തുളസിക്ക് അതിൻ്റെ തീക്ഷ്ണഗന്ധത്തെ നൽകുന്ന അരോമാറ്റിക് ഘടകമായിട്ടുള്ള ബാസിൽ കാംഫർ എന്ന ആ ഘടകം തീക്ഷ്ണ ഉഷ്ണ ഗുണങ്ങൾ ചേർന്നിട്ടുള്ളതാകുന്നു. ഈ തീക്ഷ്ണ ഗുണമാണ് തുളസിയെ എപ്പോഴും വിഷഗ്നമായിട്ടുള്ള ഒരു ഔഷധമാക്കി മാറ്റുന്നത്. പിന്നെ വിഷജന്തുക്കൾ കടിക്കുന്ന അവസ്ഥയിൽ, അതുപോലെ ത്വക്കിലുണ്ടാകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള വിഷമുള്ളതായിട്ടുള്ള ജന്തുക്കൾ കടിക്കാൻ അവസരമുണ്ടായാൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ത്വക്കിൽ അരച്ചു പുരട്ടാനായിട്ട്, പൂച്ചായിട്ട് അരച്ചു പുരട്ടാനും, അതുപോലെ തുളസിയും മഞ്ഞളും ചേർത്തിട്ടുള്ള കഷായം ക്ഷാളനത്തിനായിട്ട് ഉപയോഗിക്കാനുമൊക്കെ വിധിക്കുന്നുണ്ട്. ഇത് ത്വക്ക് രോഗങ്ങളിൽ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള വിഷജന്തുക്കളുടെ കടിയേറ്റത് മൂലമുണ്ടാകുന്ന ചൊറിച്ചിൽ, ചുവപ്പ് മുതലായവയെ കളയാനായിട്ട് വളരെ നല്ലൊരു ഔഷധമാകുന്നു. പിന്നെ ഈ പകർച്ചവ്യാധികൾ, ചിക്കൻ ബോക്സ് മുതലായിട്ടുള്ള പകർച്ചവ്യാധികൾ പകരാതിരിക്കുന്നതിന്, മറ്റുള്ളവരിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിരോധകമായിട്ട് നമുക്ക് ഈ തുളസിയിലയും ആര്യവേപ്പിൻ്റെ ഇലയും വെള്ളം തൊട്ട് അരച്ച് നല്ല വടിക അരച്ച് ഒരു നെല്ലിക്ക വലിപ്പം രാവിലെ തന്നെ ദിവസവും ഒരാഴ്ച കാലമോ ഒരു 10 ദിവസക്കാലമോ തുടർച്ചയായിട്ട് ഇത് നൽകുന്നതുകൊണ്ട് ഈ ചിക്കൻ ബോക്സ് മുതലായിട്ടുള്ള രോഗങ്ങളിന് പ്രതിരോധകമായിട്ട് നൽകാവുന്നതാണ്. വൈദ്യശാസ്ത്രത്തിൽ ചികിത്സ ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണെങ്കിലും ഈ ചികിത്സയൊന്നുമില്ലാതെ തന്നെ ആയുസ്, ആരോഗ്യം ഇവകളൊക്കെ വർദ്ധിപ്പിക്കാൻ ആത്മീയ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുക, അതിന് കണക്കായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ, ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കാനും അതിനുള്ള ചര്യകളെക്കുറിച്ച് ഋതുചര്യ, ദിനചര്യ മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും അധികം പ്രതിപാദിച്ചിട്ടുള്ളത്. സംഹിതകളിലും നിദാനങ്ങളിലും മറ്റും ഈ നിദാനം പരിവർജയൽ രോഗത്തിൻ്റെ കാരണമാണ് പ്രതിബന്ധിക്കണം എന്ന് ആചാര്യന്മാർ പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ, അതായത് രസനേന്ദ്രിയത്തിൻ്റെ ഒരു ക്ഷണത്തിലുള്ള തൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ തന്നെ അറിയുന്നില്ല. അപ്പോൾ അതിന് അത്യാശനെന്നും അതീപാനെന്നും, അശനെന്നും പാനെന്നും രണ്ടും പോകുന്നത് ഒരു വഴിയാണെങ്കിൽ കൂടെ അതിന് 2 പദങ്ങളാണ് ആചാര്യൻ ഉപയോഗിച്ചുള്ളത്: അശനം, പാനം. ഈ അശനത്തിനെ കൊണ്ടും പാനത്തിനെ കൊണ്ടും, അമിതമായിട്ടുള്ള പാനം കൊണ്ട്, അമിതമായിട്ടുള്ള അശനം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ശരീരത്തിനുള്ള ദോഷങ്ങൾ അമിതമായിട്ട് വർദ്ധിക്കുന്നു. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഋതുചര്യ, ദിനചര്യ, കാലചര്യ ഇവകളെ കൊണ്ട് നമ്മൾ ഏതൊക്കെ കാലത്ത് ഏതൊക്കെ മാത്രകളിൽ നമുക്ക് കഴിക്കാം, ഏതൊക്കെ നമുക്ക് കുടിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രങ്ങളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഷ്ടാംഗഹൃദയത്തിൽ ദിനചര്യ, ഋതുചര്യ, കാലചര്യ മുതലായിട്ടുള്ള പ്രകരണങ്ങളുണ്ട്. ഈ ചര്യകൾ പ്രകാരമുള്ള ജീവിതം കൊണ്ട് നമുക്ക് അത്യാശനോ അതീപാനം ഈ 2 കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാം, ആരോഗ്യത്തെ സംരക്ഷിക്കാം. ആകെ ഇതിൽ പറഞ്ഞു വരുന്നത് ആത്മീയ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടുകൂടെ തന്നെ നമ്മൾ ചില ചര്യകൾ, ചില പഥ്യങ്ങൾ നമ്മൾ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ അർത്ഥത്തിൻ്റെ, ധനത്തിൻ്റെ അമിതമായിട്ടുള്ള യോഗം. അതുകൊണ്ടാണ് നമ്മൾ കാലം നോക്കാണ്ട് ഭക്ഷണം കഴിക്കുക, കാലം നോക്കാണ്ട് പാനം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വലിയ ദോഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കാലത്ത് മധുരരസം ഉപയോഗിക്കാൻ പാടില്ല, ഏതൊക്കെ കാലത്ത് പുളിരസം ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ രാത്രി എത്ര മാത്രയിൽ ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയുള്ള വിധികളൊക്കെ അഷ്ടാംഗഹൃദയത്തിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. എപ്പോഴൊക്കെ കുളിക്കണം, ഏതൊക്കെ സമയത്ത് സ്ഥാന നിഷേധമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ശാസ്ത്രത്തിൽ അർത്ഥത്തിൻ്റെ അതിയോഗം, ധനത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപഭോഗം, അതുപോലെ അർത്ഥത്തിൻ്റെ ഹീനയോഗം, അത് ഉപയോഗിക്കാണ്ടേ ഇരിക്കുക, തീരെ ഉപയോഗിക്കാണ്ട് പിശുക്കനായിട്ട് ബാങ്കിൽ മാത്രം ബാലൻസ് വെച്ച് ജീവിക്കുന്നതും ദോഷമാണ്. അതുപോലെ ധൂർത്തടിച്ച് ജീവിക്കുന്നതും രണ്ടും ദോഷമാണ്. ഇതിൻ്റെ സമ്യക് യോഗം എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ ആചാര്യൻ ഇന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് അതിൽ സഹനാവവതു സഹനോ ഭുനക്തു, എല്ലാവരും കൂടി ചെയ്യാൻ പറ്റുന്നത് നമ്മളെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, വൈയക്തികമായിട്ട് നമുക്കതിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണം. അതിനാണ് അർത്ഥത്തിൻ്റെ ഹീനയോഗം എന്നും മിഥ്യായോഗം എന്നും അതിയോഗം എന്നും എന്നുള്ള 3 പ്രകരണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മനസ്സിന് ഹിതകരമായിട്ടുള്ളത്, പ്രിയകരമായിട്ടുള്ളതല്ല,
ഹിതകരമായിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കണം. ആ നിലക്ക് നമ്മൾ അർത്ഥത്തിന് ഉപയോഗിച്ചാൽ ആ അർത്ഥവും നിലനിൽക്കും, നമുക്കും നിലനിൽപ്പുണ്ടാവും. സി, എ തുടങ്ങിയ വിറ്റാമിനുകളും കാൽസ്യം, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളും പുഷ്ടിവർദ്ധന ഘടകങ്ങളും അടങ്ങിയതുകൊണ്ടാവാം തുളസിയുടെ വർഗത്തിൽപ്പെടുന്ന ചെടികൾ വിദേശ രാജ്യങ്ങളിൽ ആഹാര സാധനങ്ങളിൽ പോലും ഉപയോഗിക്കുന്നത്. പല രാജ്യങ്ങളിലെയും ഭക്ഷണ പദാർത്ഥങ്ങളിൽ സ്വീറ്റ് ബേസിൽ എന്നു പേരുള്ള ഒരുതരം തുളസി ഒരു പ്രധാന മസാല ചേരുവയാണ്. ജോർജിയയിലെ ഖ്മേലി സുനേലി എന്ന മസാലക്കൂട്ടിൽ ഉണങ്ങിയ തുളസിയില ചേർക്കുന്നുണ്ട്. തായ്ലൻഡിലെ ലെമൺ ബേസിൽ എന്നറിയപ്പെടുന്ന തുളസിക്ക് നാരങ്ങയുടെ ഗന്ധമുണ്ടത്രേ. ഈ പ്രത്യേക സുഗന്ധമുള്ളത് കൊണ്ടുകൂടിയാവാം ഇവ അവിടുത്തെ മസാലക്കൂട്ടുകളിൽ ചേരുന്നത്. നമ്മൾ തുളസിച്ചായ കുടിക്കുന്നത് പോലെ അവിടെയും ബേസിൽ ടീ ഉപയോഗത്തിലുണ്ട്. സേക്രഡ് തായ് ബേസിൽ എന്നറിയപ്പെടുന്ന തുളസി നമ്മുടെ കൃഷ്ണ തുളസിയോട് സാമ്യമുള്ളതാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും ഭാരതത്തിലെ തുളസി കടൽ കടന്നു പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് തായ്ലൻഡിൽ കാണുന്ന ഈ തുളസി. തായ്ലൻഡിലെ തന്നെ ഒറാപ്പ, സ്വീറ്റ് ബേസിൽ എന്നീ തുളസികൾ സേക്രഡ് ബേസിൽ എന്ന ഇനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇത്തരം തുളസിച്ചെടികൾ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വിൽപ്പന ചരക്കുകളാണ്. ചൈനയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും കൂടാതെ മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക, ആസ്ട്രേലിയ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലും തുളസി പണ്ടും ഇന്നും കൺകണ്ട ഔഷധമാണ്. പല രാജ്യങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ഇത് കൃഷി ചെയ്യുന്നുമുണ്ട്. മറ്റ് പല രാജ്യങ്ങളിലും തുളസിയോ ഇതേ വർഗത്തിൽപ്പെടുന്ന ചെടികളോ കാണപ്പെടുന്നുണ്ടെങ്കിലും അവയെല്ലാം ഇന്ത്യയിൽ നിന്ന് വന്നെത്തിയതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓസിമം സാങ്ക്ടം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നുവെങ്കിലും ഇനങ്ങളിലെ വ്യത്യസ്തതയുടെ അടിസ്ഥാനത്തിൽ മറ്റു ചില പേരുകളും ഇതിനുണ്ട്.